ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാരിക്കേച്ചർ ഫ്രെയിം എഡിറ്റിംഗ് ആണ്. അതിനാദ്യം തന്നെ ടൂൾമി ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻട്രോഫേസ് ഇങ്ങനെയാണ് വരിക. ഇതിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് ആദ്യം ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു എഫക്റ്റാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോസ് എല്ലാതും കാണും നമ്മുടെ ഗാലറിയിലുള്ളത്. അതിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അത് എഡിറ്റ് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ആരോ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫോട്ടോ ഇവിടെ ഓൾമോസ്റ്റ് പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റേത് അത് ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അത് നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇതാ ഫോട്ടോ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ടാവും. ഇനി അങ്ങനെ ബാക്കിയുള്ള ഫോട്ടോസും നമുക്ക് അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ഡൗൺലോഡ് ആക്കി എടുക്കാം. ഇതിൽ ടൂൾമേയുടെ ആ വാട്ടർമാർക്ക് കളയുന്നുണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്താൽ ഒരു ആഡ് വരും. ആ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ആയി കിട്ടും. ടൂൾമേയിൽ എല്ലാ ഫോട്ടോസും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയിട്ട് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ അപ്ലോഡ് ഇമേജ് എന്ന് എഴുതി കാണിക്കും. അതിലാണ് ഇനി നമുക്ക് ഫോട്ടോസിൻ്റെ എല്ലാ ത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കേണ്ടത്. അതിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്ത് ഡൺ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. കുറച്ച് ടൈം എടുത്തിട്ട് റിമൂവ് ആയി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫോട്ടോസ് ഇവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയി കിട്ടും. അങ്ങനെ എല്ലാ ഫോട്ടോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കുക. ഇനി നമുക്ക് വേണ്ടത് ക്യാൻവ ആപ്പാണ്. അതിൽ നിങ്ങൾ ഏത് സൈസിലാണോ ഫ്രെയിം ചെയ്യുന്നത് ആ സൈസ് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ A4ൻ്റെ സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ A4 ഡോക്യുമെൻ്റ് തന്നെ സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് A4 സൈസിൻ്റെ കുറേ ടെംപ്ലേറ്റ്സ് അവിടെ കാണാൻ പറ്റും. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്തൊരു ബ്ലൂ ആണ്. അത് ഞാൻ അതിൻ്റെ ബ്ലൂ എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് അത് വൈറ്റ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് കിട്ടുകയാണെന്ന് വെച്ചാൽ വൈറ്റ് തന്നെ എടുത്താൽ മതി. ഞാനിവിടെ സെർച്ച് ചെയ്ത ടൈമിൽ വൈറ്റ് കാണാത്തതുകൊണ്ട് ഒരു ബ്ലൂ സെലക്ട് ചെയ്ത് അതെല്ലാം ഡിലീറ്റ് ആക്കുകയാണ് ചെയ്തത്. നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഇതിലേക്ക് സെറ്റ് ചെയ്യണം. അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ്സ് ഫയൽസ് എന്ന് കാണിക്കും. അതിൽ പോയാൽ നമ്മുടെ റിമൂവ് ചെയ്ത ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോസ് ഉണ്ടാവും. അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ആ ബ്ലൂ ലൈൻ പോകുന്നത് കണ്ടില്ലേ, അത് ഇതിലേക്ക് അപ്ലോഡ് ആവുകയാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഫോട്ടോസിനൊക്കെ അത്യാവശ്യം ക്ലാരിറ്റി നല്ലോണം കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ ഫോട്ടോസും അപ്ലോഡ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അതിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്നും അറേഞ്ച് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടോ ഇല്ലാതും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നമ്മുടെ ഫോട്ടോൻ്റെ അടിയിൽ ഏത് ഫോട്ടോസാണോ വരേണ്ടത് ആ ഫോട്ടോസ് തന്നെ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. എല്ലാതും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഫോട്ടോ ചിലപ്പോൾ മുകളിലോ അല്ലെങ്കിൽ അടിയിലോ ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്ന്. അതിനനുസരിച്ച് ഓരോന്നും ചെയ്യാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സമയത്ത് നമുക്ക് ഫോട്ടോസ് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസും ക്യാൻവയിൽ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാ ഫോട്ടോസും ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡിങ് വല്ലതും വേണമെങ്കിൽ ടെക്സ്റ്റ് കൊടുത്ത് ആഡ് ടു ടെക്സ്റ്റ് ബോക്സ് നോക്കിയിട്ട് നമുക്ക് അതിൽ എഴുതി കൊടുക്കാം. ഞാനിവിടെ ഫാമിലി എഴുതിയിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചറും കൂടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫോണ്ടിൻ്റെ സൈസും സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ എഡിറ്റിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ സേവ് ആക്കുമ്പോൾ ആ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നമുക്ക് PDF പ്രിൻറ്റിലാണ് എടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കിട്ടുള്ളൂ. ഡൗൺലോഡ് നോക്കിയിട്ട് PNGയിൽ PDF പ്രിൻ്റ് ആക്കി എടുക്കണം. അങ്ങനെ ഇത് ഇവിടെ സേവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ വാട്സപ്പിൽ നമുക്ക് നമ്മൾ ഫ്രെയിം ചെയ്യുന്ന സ്റ്റുഡിയോയിലൊക്കെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ അക്കൗണ്ടിലേക്ക് വിട്ടുകൊടുക്കാം. ഞാനിവിടെ എൻ്റെതായ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ സേവ് ആയി കിട്ടും. അങ്ങനെ എഡിറ്റിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.